പത്തരമാറ്റ് സീരിയലിൻ്റെ പുതിയ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ദിവസം നന്ദു ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന വഴി അവളുടെ വണ്ടി കുറച്ച് ഗുണ്ടകൾ ചേർന്ന് തടയുകയാണ് കേട്ടോ. അവിടെ ഒരു ഫൈറ്റ് തന്നെ നടക്കുകയാണ് കേട്ടോ. നന്ദു എല്ലാവരെയും അടിച്ചിടുന്നുണ്ട്. പക്ഷേ ഒരാൾ അവളുടെ പുറകിൽ നിന്നും തലയ്ക്കടിക്കുകയാണ്. അങ്ങനെ തലക്കടിയേറ്റ നന്ദു ബോധം കെട്ട് വീഴുകയാണ് കേട്ടോ. പിന്നീട് അവർ അവളെ വണ്ടിയിൽ കയറ്റിക്കൊണ്ട് പോകും. കുറേ സമയമായിട്ടും നന്ദു എത്താത്തതിനാൽ കനക ഗോവിന്ദനോട് പറയും, അല്ല ഇതുവരെ അവൾ വന്നില്ലല്ലോ ഗോവിന്ദേട്ട, താമസിക്കുകയാണെങ്കിൽ വിളിച്ചു പറയണമെന്ന് അവളോട് എപ്പോഴും പറയുന്നതാ. ഇനി മോൾക്ക് എന്തെങ്കിലും പാർട്ടിയോ മറ്റോ ഉണ്ടാവുമോ കനകെ? അതായിരിക്കും വൈകുന്നത്. എന്തായാലും ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് കനക പറയുകയാണ് കേട്ടോ. അങ്ങനെ നന്ദുവിനെ വിളിച്ചിട്ട് ഫോൺ റിങ് ചെയ്യുന്നുണ്ടെങ്കിലും അത് എടുക്കുന്നില്ല. ഇവൾ ഫോൺ എടുക്കുന്നില്ലല്ലോ ഗോവിന്ദേട്ട, വൈകുകയാണെങ്കിൽ വിളിച്ചു പറയണമെന്ന് എത്ര പറഞ്ഞാലും കേൾക്കില്ല. വരട്ടെ, ഞാൻ അവളെ ശരിയാക്കുന്നുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞിട്ടും നന്ദു വിളിക്കുകയോ വരികയോ ചെയ്തില്ല. കനകയ്ക്കും ഗോവിന്ദനും ആദ്യമാവുകയാണ് കേട്ടോ. അങ്ങനെ ഗോവിന്ദൻ പറയും, നീ ഒന്ന് നയനമോളെ വിളിച്ചു നോക്ക്. ഇനി ആദർശിൻ്റെ കാര്യത്തിന് വേണ്ടി അവൾ പോയതാണെങ്കിലോ? ഉടൻ തന്നെ കനക നയനെ വിളിക്കുകയാണ് കേട്ടോ. മോളെ, ഇതുവരെ നന്ദൂട്ടൻ എത്തിയില്ല, ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. അവിടെ എങ്ങാനും അവൾ വന്നോടി? ഇല്ലമ്മേ, നന്ദു ഇന്ന് ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല. ആദർശേട്ടനാണെങ്കിൽ ഇവിടെയുണ്ട്. ആദർശേട്ടാ, നന്ദു ഈ സമയമായിട്ടും വീട്ടിലെത്തിയിട്ടില്ല. ദേ അമ്മയാണ് വിളിച്ചത്. അവൾ ഈ സമയത്ത് എവിടെ പോവാനാണ് എന്ന് ആദർശ് ചോദിക്കുന്നുണ്ട്. ആദർശേട്ടനെങ്ങാനും ഇന്ന് അവളെ കണ്ടിരുന്നു? ഇല്ല, ഇന്ന് ഞാൻ നന്ദുവിനെ കണ്ടിട്ടേ ഇല്ല. പിന്നീട് നന്ദുവിൻ്റെ കൂട്ടുകാരൻ പോകുമ്പോൾ നന്ദുവിൻ്റെ വണ്ടി റോഡിനരികിൽ കിടക്കുന്നത് കാണുകയാണ് കേട്ടോ. നന്ദുവിൻ്റെ വണ്ടിയാണല്ലോ ഇത്. അയാൾ നന്ദു എന്നൊക്കെ വിളിച്ചു നോക്കുന്നുണ്ട്. പക്ഷേ ഒരു റെസ്പോൺസും കിട്ടുന്നില്ല കേട്ടോ. അവൻ കോൾ ചെയ്ത് നോക്കും, എന്നിട്ടും നന്ദു എടുക്കുന്നില്ല. വേഗം അനിയെ വിളിച്ചിട്ട് അവൻ കാര്യങ്ങൾ പറയുകയാണ്. എടാ, നന്ദുവിൻ്റെ വണ്ടി ഇവിടെ വഴിയരികിൽ ഇരിപ്പുണ്ട്, പക്ഷേ അവളെ ഇവിടെ എങ്ങാനും കാണുന്നില്ലല്ലോ. ഈ ടൈമിൽ അവൾ അവിടെ എന്തെടുക്കുന്നു? എടാ, നീ അവളെങ്ങാനും അവിടെ ഉണ്ടോയെന്ന് നോക്ക്, ഞാനിപ്പോൾ തന്നെ വരാം. ഇല്ലടാ, വണ്ടി റോഡിനരികിൽ വീണ് കിടക്കുകയാണ്. അവൾ വണ്ടി നിർത്തുകയാണെങ്കിൽ സ്റ്റാൻഡിൽ ഇടല്ലേ ചെയ്യൂ. എന്തോ പ്രശ്നമുണ്ടടാ. എടാ, ഞാൻ ദാ വരുന്നു എന്ന് പറഞ്ഞിട്ട് അനി ഫോൺ കട്ട് ചെയ്യുകയാണ് കേട്ടോ. ഇതേ സമയം ആദർശം പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. ആദർശേട്ടാ, ഞാനും വരാം എന്ന് നയന പറയുകയാണ്. വേണ്ട നയനെ, നീ കിടന്നോ, നീ ഈ സമയത്ത് വരണ്ട, ഞാൻ നോക്കട്ടെ. ചിലപ്പോൾ അവൾക്ക് വല്ല പാർട്ടിയോ മറ്റോ കാണുമായിരിക്കും. എന്തായാലും ഇത്രയും വൈകുകയാണെങ്കിൽ അവൾ അമ്മയെ വിളിക്കാതിരിക്കില്ല ആദർശേട്ടാ, എനിക്കാകെ പേടിയാവുന്നു എന്ന് നയന പറയുകയാണ് കേട്ടോ. ഇതേ സമയം കനകയ്ക്കാണെങ്കിൽ സമയം വൈകുന്തോറും വെപ്രാളമാവുകയാണ്. ഈശ്വര, എൻ്റെ മോൾക്കൊന്നും സംഭവിക്കില്ലേ എന്ന് കനക മനമുരുകി പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. ആദർശ് ഉടൻ തന്നെ അനിയെ വിളിക്കുകയാണ് കേട്ടോ. എടാ, നീ ഇന്ന് നന്ദുവിനെ കണ്ടിരുന്നോ? ആദർശേട്ടാ, എന്നെ എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് ഞാൻ വന്നതാണ്. നന്ദുവിൻ്റെ വണ്ടിയിൽ റോഡിനരികിൽ കിടക്കുന്നത് അവൻ ഇതിലെ പോയപ്പോൾ കണ്ടു. ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയതേയുള്ളൂ എന്ന് അനി പറയുകയാണ് കേട്ടോ. എവിടെയാടാ നിങ്ങൾ എന്ന് ആദർശ് ചോദിക്കുകയാണ് കേട്ടോ. ഞാനും അങ്ങോട്ട് വരാം. വേണ്ട ഏട്ടാ, ഏട്ടൻ വരണ്ട, ചേട്ടത്തിയെ നോക്ക്. ചേട്ടത്തി ആകെപ്പോൾ വിഷമത്തിലല്ലേ, ഇത് ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം എന്ന് പറയുകയാണ്. അങ്ങനെ അനി നന്ദുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് കേട്ടോ. ഫോൺ സൈലൻറ്റിൽ അവളുടെ പോക്കറ്റിൽ കിടന്നടിക്കുന്നുണ്ട്. പക്ഷേ അവൾക്ക് ബോധമില്ലല്ലോ. അങ്ങനെ അനിയും ഫ്രണ്ടും കൂടി നന്ദുവിനെ അവൾ പോകാനിടയുള്ള എല്ലായിടത്തും നോക്കുകയാണ്. പക്ഷെ അവളെ മാത്രം കണ്ടെത്താനാവുന്നില്ല. അനിയാകെ തളർന്നു പോവുകയാണ് കേട്ടോ. എടാ, ഇനി എന്ത് ചെയ്യും? അവൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. അവൾ എവിടെയാണെന്ന് എങ്ങനെ അറിയും? വേഗം തന്നെ അനി ആദർശിനെ വിളിക്കുകയാണ്. ആദർശേട്ടാ, നന്ദുവിൻ്റെ ഫോൺ ഇപ്പോൾ എവിടെയാണെന്ന് അറിയാൻ പറ്റില്ലേ? ചേട്ടൻ കിരണേട്ടൻ്റെ കൂട്ടുകാരനെ വിളിച്ചിട്ട് ഒന്ന് നോക്കാൻ പറയും. ശരിയടാ, ഞാൻ അവനെ വിളിച്ചു നോക്കട്ടെ. കിരണിൻ്റെ കൂട്ടുകാരനെ ആദർശ് വിളിക്കുകയാണ് കേട്ടോ. എനിക്കൊരു ഹെൽപ്പ് വേണം. നയനയുടെ അനിയത്തി നന്ദുവിനെ കാണുന്നില്ല. അതാ ഈ സമയത്ത് എനിക്ക് വിളിക്കേണ്ടി വന്നത്. അവളുടെ ഫോൺ ലൊക്കേഷൻ ഒന്ന് നോക്കിയിട്ട് പറയാവോ? ആദർശേ, ഞാൻ നോക്കാം, നീ വിഷമിക്കേണ്ട, ഇപ്പോൾ തന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് അയാൾ ഉടൻ തന്നെ നോക്കിയിട്ട് ആദർശിനെ വിളിച്ച് അവളുള്ള സ്ഥലം പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. ഇതേ സമയം തന്നെ നന്ദുവിൻ്റെ ബോധം വീഴുകയാണ് കേട്ടോ. ചുറ്റുപാടും നോക്കി, ആരെയും കാണാനില്ല. പക്ഷേ തന്നെ ആരോ ഏതോ ഒരു സ്ഥലത്ത് കെട്ടിയിട്ടിരിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. ഹലോ, ഇവിടെ ആരുമില്ലേ എന്ന് നന്ദു വിളിച്ചു ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ ഉടൻ തന്നെ അവിടെ എത്തുകയാണ് കേട്ടോ. എടാ, മര്യാദയ്ക്ക് എന്നെ അഴിച്ചു വിട്ടടാ, നിനക്കൊക്കെ എന്താ വേണ്ടത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ നന്ദു. അപ്പോൾ അവൻ്റെ കൂടെയുള്ളവരും അങ്ങോട്ട് വരും. എടാ, ധൈര്യമുണ്ടെങ്കിൽ എൻ്റെ കയ്യിലെ കെട്ടഴിക്കടാ, എന്നിട്ട് സംസാരിക്കടാ എന്ന് നന്ദു പറയുകയാണ് കേട്ടോ. അതിലെ അവരുടെ ഗുണ്ടാത്തലവനെ ഇത് കേട്ട് ചിരിയാണ് വരുന്നത്. ഒരു പീക്കിരി പെണ്ണ് തങ്ങളോട് വെല്ലുവിളി നടത്തുന്നു. നീ എന്ത് ചെയ്യാനാടി ഞങ്ങളെ? പക്ഷേ നിന്നെ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ കാണിച്ചു തരാം എന്നയാൾ പറയുകയാണ് കേട്ടോ. നീയൊക്കെ ആണാണെങ്കിൽ എൻ്റെ കെട്ടഴിച്ച് നോക്കടാ എന്ന് വീണ്ടും നന്ദു പറയുകയാണ് കേട്ടോ. പക്ഷേ മറ്റുള്ളവരുടെ മുഖത്ത് ഒരു പേടിയാണ് കേട്ടോ വരുന്നത്. എടാ, അവളുടെ കയ്യിലേക്ക് കെട്ടഴിച്ചു കൊടുക്ക്, ഇവൾ നമ്മളെ കൊല്ലുമോ എന്ന് നോക്കാം എന്ന് പറഞ്ഞിട്ട് അയാൾ നന്ദുവിനെ കളിയാക്കുകയാണ് കേട്ടോ.
അത് വേണോ എന്ന് അയാളുടെ കൂട്ടത്തിലുള്ള ഒരാൾ ചോദിക്കുന്നുണ്ട് കേട്ടോ. നീ അവളെ കെട്ടഴിച്ചു കൊടുക്ക്, അവൾ എന്താണ് ചെയ്യുന്നതെന്നൊന്ന് കാണട്ടെ. ഉടനെ നന്ദുവിൻ്റെ കയ്യിലെ കെട്ടഴിക്കുകയാണ് കേട്ടോ. കെട്ടഴിച്ചതും നന്ദു എല്ലാത്തിനിട്ടും പെരുമാറുകയാണ് കേട്ടോ. ഇതേ സമയത്ത് തന്നെ അനിയും കൂട്ടുകാരനും അവിടെ എത്തുകയാണ്. പിന്നീട് 3 പേരും ആ ഗുണ്ടകളെ അടിച്ചോടിക്കുകയാണ്. എല്ലാവരും അവിടെ നിന്ന് ഓടിപ്പോവുകയാണ് കേട്ടോ. അപ്പോഴാണ് ഡേവിഡും കൂട്ടാളികളും അങ്ങോട്ട് വരുന്നത്. അനിയെ കണ്ടതും അവർ അവിടെ ഒളിച്ചു നിൽക്കുകയാണ്. ഉടനെ അയാൾ നാഗേന്ദ്രനെ വിളിക്കുകയാണ്. സാർ, ആ അനിയും ഫ്രണ്ടും വന്ന് നന്ദുവിനെ രക്ഷിച്ചു. അവരെയൊക്കെ തല്ലി തരിപ്പണമാക്കിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യും സാർ എന്ന് അയാൾ ചോദിക്കുകയാണ് കേട്ടോ. ഇനി എന്ത് ചെയ്യാൻ, അവളെ അങ്ങ് തട്ടേണ്ട സമയത്ത് അവിടെ വെച്ചുകൊണ്ടിരുന്നത് എന്തിനാടോ എന്ന് നാഗേന്ദ്രൻ ചോദിക്കുകയാണ്. സാർ, ഞാൻ എത്തിയിട്ട് മതി എന്ന് പറഞ്ഞതുകൊണ്ടാണ്. പക്ഷേ ഞാനിപ്പോഴാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോഴാണ് ഈ കാഴ്ച കണ്ടത്. വെച്ചിട്ട് പോടോ. ദേ, പിന്നെ തന്നെ അവർ കണ്ടോ എന്ന് നാഗേന്ദ്രൻ ചോദിക്കാൻ കേട്ടോ. ഇല്ല സാർ. ശരി, എന്നാൽ തന്നെ അവരിപ്പോൾ കാണണ്ട എന്ന് പറഞ്ഞ് നാഗേന്ദ്രൻ ഫോൺ കട്ട് ചെയ്യുകയാണ് കേട്ടോ. അങ്ങനെ നന്ദുവിനെ കണ്ടതും അനി നന്ദുവിനെ ചേർത്ത് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. പിന്നീട് അനി നടന്ന കാര്യം നന്ദുവിനോട് ചോദിക്കുകയാണ്. ആരാണെന്ന് അറിയില്ലടാ ഇതിന് പിന്നിൽ, എല്ലാവരും ഓടിപ്പോയില്ലേ, ഇല്ലെങ്കിൽ അവരോട് ചോദിച്ചറിയാമായിരുന്നു എന്ന് നന്ദു പറയുകയാണ് കേട്ടോ. ഞാൻ കള്ളക്കടത്ത് സ്വർണം പിടിച്ചില്ലേ, ഇനി ജ്വല്ലറിക്കാർ തന്നെ ആയിരിക്കാം ഇതിന് പിന്നിൽ. എന്തായാലും ഒന്നും സംഭവിച്ചില്ലല്ലോ, ഭാഗ്യം എന്ന് അനി പറയുകയാണ് കേട്ടോ. അങ്ങനെ നന്ദുവിനെ അനിയും കൂട്ടുകാരും ചേർന്ന് വീട്ടിലെത്തിക്കുകയാണ്. നന്ദുവിൻ്റെ കൂടെ അനിയെ കണ്ടതും കനകയ്ക്കും ഗോവിന്ദനും അത്രയ്ക്ക് ഇഷ്ടമാവുന്നില്ല കേട്ടോ. എടി, നീ ഈ നേരം വരെ എവിടെയായിരുന്നു? മനുഷ്യനെ തീറ്റി ഇറ്റിക്കാനായിട്ട് താമസിക്കുമെങ്കിൽ നിനക്കതൊന്ന് വിളിച്ചു പറഞ്ഞുകൂടെ എന്ന് പറഞ്ഞുകൊണ്ട് കനക നന്ദുവിൻ്റെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ. അവളുടെ ദേഹത്ത് അപ്പോഴാണ് രക്തം ഒലിച്ചിറങ്ങുന്നത് കാണുന്നത്. അയ്യോ, ഇതെന്തു പറ്റിയതാ മോളെ എന്ന് കനക ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അനി നടന്ന കാര്യങ്ങളെല്ലാം പറയുകയാണ് കേട്ടോ. അനിയോട് അവർ തമ്മിലുള്ള ഇഷ്ടത്തിൻ്റെ പേരിൽ ദേഷ്യമുണ്ടെങ്കിലും അവർക്കപ്പോൾ അനിയോട് സഹതാപമായിട്ട് തോന്നിയത്. മോനെ, നിങ്ങൾക്ക് തമ്മിൽ രണ്ടാൾക്കും ഇഷ്ടമാണെന്ന് അമ്മയ്ക്കറിയാം. പക്ഷേ നിൻ്റെ അമ്മയ്ക്ക് എൻ്റെ നന്ദൂട്ടനെ ഇഷ്ടമല്ല. ഇനി നയന മോൾക്ക് വന്നതുപോലെയുള്ള ഒരു ബുദ്ധിമുട്ട് മോൾക്ക് ഉണ്ടാകരുത് എന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. നയന മോൾക്ക് ഇപ്പോൾ കുഴപ്പമില്ല. അവളുടെ ഭർത്താവും അമ്മായിമ്മയും പൊന്നു പോലെയാണ് നോക്കുന്നത്. പക്ഷേ ആദ്യ സമയത്ത് എൻ്റെ മോൾ വിഷമിച്ചതൊക്കെ നീയും കണ്ടതല്ലേ. അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ ചേർന്നാൽ ശരിയാവില്ല എന്ന് കനക പറയുകയാണ് കേട്ടോ. അനി ഒന്നും മിണ്ടാതെ സങ്കടത്തോടെ അത് കേട്ട് നിൽക്കും. എന്നിട്ട് നന്ദുവിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഒരു ചെറു പുഞ്ചിരിയോടെ പോട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. പിന്നീട് അവന്തിക അച്ഛനെ വിളിച്ചിട്ട് കാര്യങ്ങൾ ചോദിക്കുകയാണ്. അച്ഛാ, നന്ദുവിനെ പിടിച്ചോ, എന്തായി കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കാം കേട്ടോ. ഹേയ്, അതൊന്നും നടന്നില്ലടി മോളെ. അവളെ പിടിച്ച് നമ്മുടെ സങ്കേതത്തിലേക്ക് കൊണ്ടുവന്നു. അനിയും ഫ്രണ്ട്സും വന്ന് അവളെ രക്ഷിച്ചു കൊണ്ടുപോയി. അതിന് അനിച്ചേട്ടൻ എങ്ങനെ നന്ദു അവിടെ ഉണ്ടെന്നറിയാം? അതൊന്നും എനിക്കറിയില്ല മോളെ. ചത്ത കൊച്ചിൻ്റെ ജാതകം വായിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോഴാണ് അഭിയും അങ്ങോട്ട് ചെല്ലുന്നത്. അഭിയോടും നന്ദു രക്ഷപ്പെട്ട കാര്യം അവന്തിക പറയുകയാണ് കേട്ടോ. എനിക്ക് ഇപ്പോഴും നന്ദുവിനെ തന്നെ മതി. ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നന്ദുവിനെ അനിച്ചേട്ടന് കിട്ടില്ല. ഞാൻ അതിന് സമ്മതിക്കില്ല എന്ന് അവന്തിക പറയുകയാണ് കേട്ടോ. അവളെ എത്രയും പെട്ടെന്ന് അനിയുടെയും അനാമികയുടെയും ഡിവോഴ്സ് ശരിയാക്കണം, എന്നാലേ നമ്മൾ വിചാരിച്ച കാര്യം നടക്കൂ എന്ന് അഭി പറയുകയാണ് കേട്ടോ. മുത്തശ്ശനും ഇവിടെയുള്ളവരെല്ലാം നിങ്ങളുടെ വിവാഹത്തിന് പച്ചക്കൊടി കാണിച്ചിട്ടുണ്ടല്ലോ, അത് എങ്ങനെയെങ്കിലും നടത്തിയെടുക്കുക എന്നുള്ളതാണ് നിന്റെ മിടുക്ക് എന്ന് അവന്തികയോട് പറയുകയാണ് കേട്ടോ. ഇതേസമയം നവീനും അനിയും അനാമികയുടെയും ഡിവോഴ്സ് എത്രയും പെട്ടെന്ന് ശരിയാക്കണമെന്ന വിചാരത്തിലാണ്. അവന്തികയെ അവൻ കെട്ടിയാൽ പിന്നെ നന്ദു എൻ്റെ സ്വന്തമാണ്. അമ്മയെ എങ്ങനെയെങ്കിലും പറഞ്ഞ് ഈ കല്യാണം നടത്തണം. മുത്തശ്ശനെയും അച്ഛനെയും സമ്മതിപ്പിക്കാം. അമ്മയെയാണ് പാട്. എന്തെങ്കിലും ചെയ്തേ മതിയാവൂ എന്ന് നവീൻ ആലോചിക്കുകയാണ് കേട്ടോ. അനി വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ജാനകി അവിടെ നിൽക്കട എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് നീ എവിടെ പോയിരുന്നു എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ഫ്രണ്ടിനെ കാണാൻ പുറത്തേക്ക് പോയതാണ് എന്ന് അനി പറയുകയാണ്. ആ ഫ്രണ്ടിൻ്റെ പേര് നന്ദു എന്നാണോ എന്ന് ജാനകി ചോദിക്കുകയാണ് കേട്ടോ. അമ്മയ്ക്ക് എന്താണമ്മേ എന്ന് അനി ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അനി, നിനക്ക് വേണ്ടാത്ത വിചാരം വല്ലതുമുണ്ടെങ്കിൽ അതിപ്പോഴെ തന്നെ നീ കളഞ്ഞേക്ക്. എടാ, അവന്തിക നല്ല കുട്ടിയാണ്. ജലജയും അഭിയയും പോലെയല്ലല്ലോ അവള്. അമ്മേ, ഈ കല്യാണം നടക്കാൻ പോകുന്നില്ല. വെറുതെ അമ്മ സ്വപ്നം കാണണ്ട എന്ന് പറഞ്ഞിട്ട് അവൻ്റെ റൂമിലേക്ക് ദേഷ്യപ്പെട്ട് പോവുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്